വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് ആവേശം ചുരം കയറുകയാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം റോഡ് ഷോയായി കാൽപ്പറ്റയിലേക്ക് നീങ്ങുകയാണ്. അല്പസമയത്തിനകം കളക്ടറേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. തത്സമയ ദർശനങ്ങളിലേക്ക്. വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നു. റോഡ് ഷോയായി കൽപ്പറ്റ കളക്ടറേറ്റിലേക്ക് നീങ്ങുകയാണ് അദ്ദേഹം. പ്രിയങ്ക ഗാന്ധിയും ഒപ്പമുണ്ട്. വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നു. നിതിൻ, കേവലം കൽപ്പറ്റയിൽ മാത്രം ഈ റോഡ് ഷോയുടെ ആവേശം ഒതുക്കാനല്ല UDF നേതൃത്വം ഉദ്ദേശിക്കുന്നത്. രാഹുൽ ഗാന്ധി സൃഷ്ടിക്കുന്ന ഒരു ഓളം അത് സംസ്ഥാനമാകെ UDFന്റെ തെരഞ്ഞെടുപ്പ് ആവേശത്തിന് കരുത്താകുമെന്നുള്ള പ്രതീക്ഷയാണ് നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ എന്താണ് കൽപ്പറ്റയിലെ ഒരു ജനസാഗരത്തെക്കുറിച്ച് പറയാനുള്ളത്? ലിബീഷ്, രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിൽ, അതായത് 4,30,1,000 വോട്ടിനാണ് രാഹുൽ ഗാന്ധിയെ വയനാട്ടുകാർ ലോക്സഭയിലേക്ക് പറഞ്ഞയച്ചത്. ആ ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയുടെ വളർത്തുമണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി വീണ്ടും ഇത്തവണയും ജനവിധി തേടുകയാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാണ് സഹോദരി പ്രിയങ്ക ഗാന്ധിക്കൊപ്പം രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയിരിക്കുന്നത്. പ്രൗഢോജ്വലമായ സ്വീകരണമാണ് വയനാട്ടിലെ കോൺഗ്രസിൻ്റെയും UDF പ്രവർത്തകർ രാഹുൽ ഗാന്ധിക്ക് നൽകിയത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ വയനാട് കലക്ട്രേറ്റിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള യാത്രയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. വലിയ ആവേശത്തോടു കൂടിയാണ് കോൺഗ്രസ് പ്രവർത്തകർ രാഹുൽ ഗാന്ധിയെ എതിരേറ്റിരിക്കുന്നതെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. രാഹുലിനൊപ്പം സഹോദരി പ്രിയങ്കയുണ്ട്. കൂടാതെ KPCC അധ്യക്ഷൻ്റെ താൽക്കാലിക ചുമതല വഹിക്കുന്ന MM ഹസനുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, വയനാട് DCC അധ്യക്ഷൻ മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കന്മാർ രാഹുൽ ഗാന്ധിയെ അനുഗമിക്കുന്നുണ്ട്. കൂടാതെ വലിയ ആൾക്കൂട്ടം, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ വലിയ ആൾക്കൂട്ടമാണ് രാഹുൽ ഗാന്ധിയെ എതിരേൽക്കാനായി എത്തിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4,31,000 വോട്ടുകൾക്കാണ് രാഹുൽ ഗാന്ധിയെ വയനാട് വിജയിപ്പിച്ചത്. അന്ന് എതിരാളി CPIയിലെ PP സുനീറായിരുന്നെങ്കിൽ ഇത്തവണ അതിനൊരു മാറ്റം വന്നിരിക്കുന്നു. CPIയുടെ ദേശീയ നേതാവ് ആനി രാജയെ തന്നെ രാഹുൽ ഗാന്ധിയെ നേരിടാൻ ഇടതുമുന്നണി രംഗത്തിറക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രനും വയനാട്ടിൽ ജനവിധി തേടുന്നു. ആനി രാജയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ളൊരു മത്സരം, ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഒരു മത്സരമാണ് വയനാട്ടിൽ നടക്കുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിനും UDFനും ഏറെ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് വയനാട്. തിരുവമ്പാടി, കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, മാനന്തവാടി, നിലമ്പൂർ, വണ്ടൂർ എന്നീ മണ്ഡലങ്ങൾ ചേർന്നതാണ് ഈ വയനാട് ലോക്സഭാ മണ്ഡലം. ഈ മണ്ഡലങ്ങളെല്ലാം തന്നെ UDFന്റെ ഉറച്ച കോട്ടകളാണ്. ഇവിടെ വലിയ ഭൂരിപക്ഷത്തിൽ, കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധിയെ ഇത്തവണ വിജയിപ്പിക്കാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് കോൺഗ്രസ് നേതൃത്വം പങ്കുവെക്കുന്നത്. പ്രവർത്തകർ വളരെ വലിയ ആവേശത്തിലാണ്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഇത്തവണയും കേരളത്തിൽ നിന്ന് മത്സരിക്കുമ്പോൾ കേരളത്തിൽ കഴിഞ്ഞ തവണ ആഞ്ഞടിച്ചതിന് സമാനമായ UDF തരംഗം ഇത്തവണയും ആഞ്ഞടിക്കും എന്ന ഉറച്ച പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതൃത്വം പങ്കുവെക്കുന്നത്. അതോടൊപ്പം തന്നെ ദക്ഷിണേന്ത്യയിലാകെ കോൺഗ്രസിന് വലിയ ഉണർവ് നൽകും. തൊട്ടയൽ സംസ്ഥാനമായ കർണാടകയിൽ അടക്കം വലിയ പ്രതീക്ഷയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വെച്ച് പുലർത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പിനകത്ത് രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം കർണാടകയിലും തമിഴ്നാട്ടിലും ഉൾപ്പെടെ അനുകൂല ഘടകമാകുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് AICC ക്യാമ്പും പങ്കുവെക്കുന്നത്. രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാൻ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ വലിയ
വലിയ ആവേശപൂർവ്വം വലിയ ജനക്കൂട്ടം കൽപ്പറ്റ ടൗണിൽ എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്ര വലിയ ആവേശത്തിലാണ് പ്രവർത്തകരുള്ളത്. കാരണം കോൺഗ്രസിൻ്റെ 2 ഭാരത് ജോഡോ യാത്ര നടത്തി ഉത്തരേന്ത്യൻ ഹൃദയഭൂമി ഇളക്കി മറിച്ചാണ് രാഹുൽ ഗാന്ധി ഇവിടേക്ക് എത്തുന്നത്. കേരളത്തിൽ ഇത്തവണ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്ത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇത്തവണ നരേന്ദ്രമോദി സർക്കാരിനെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് അല്ലെങ്കിൽ അത്തരമൊരു പ്രഖ്യാപനം നടത്തിയാണ് ഇന്ത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ആ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ് രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുമ്പോൾ വളരെ വലിയ ആവേശമാണ് കോൺഗ്രസ് പ്രവർത്തകർക്കുള്ളത്. അതോടൊപ്പം തന്നെ വയനാട് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്വം നൽകി രാഹുൽ ഗാന്ധിയെ ഇത്തവണയും ലോക്സഭയിലേക്ക് അയക്കുമെന്ന പ്രതീക്ഷയും പ്രത്യാശയുമാണ് വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വം പങ്കുവെക്കുന്നത്. ലിബീഷ്, രാഹുൽ ഗാന്ധിയുടെ ആവേശകരമായ റോഡ് ഷോ കൽപ്പറ്റ നഗരത്തിൽ പുരോഗമിക്കുകയാണ്. 12 മണിയോടുകൂടി അദ്ദേഹം കൽപ്പറ്റ കളക്ടറേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. UDF സംബന്ധിച്ച് ഏറെ നിർണായകമാണ് രാഹുൽ ഗാന്ധിയുടെ ഈ വയനാട്ടിലേക്കുള്ള വരവ്. മറ്റു മണ്ഡലങ്ങളിലും ഈ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയുടെയും ഒപ്പം തന്നെ ഈ സൃഷ്ടിക്കുന്ന ആവേശത്തിൻ്റെയും ഊർജ്ജം ഉൾക്കൊണ്ട് പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്താനാണ് UDF നേതൃത്വം ആലോചിക്കുന്നത്. നിതിൻ, നമുക്ക് കഴിഞ്ഞ തവണത്തേതിൽ നിന്നും വ്യത്യസ്തമായി കാണാൻ കഴിയുന്നത് കഴിഞ്ഞ തവണ മുസ്ലിം ലീഗിൻ്റെ കൊടികളുടെ ഒരു പ്രകടനം കഴിഞ്ഞ തവണത്തെ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ ഉണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ ഉത്തരേന്ത്യയിലടക്കം BJP ഉപയോഗിക്കുകയും ചെയ്തു. പക്ഷേ ഇത്തവണത്തെ റോഡ് ഷോയിൽ അത്തരം ദൃശ്യങ്ങളൊന്നും കാണാനില്ല. വളരെ കൃത്യമായൊരു മുന്നൊരുക്കം ഈ റോഡ് ഷോയ്ക്കുണ്ടോ? തീർച്ചയായും ലിബീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് ആദ്യം എത്തിയപ്പോൾ, അതായത് ലിബീഷ് ഓർക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു, പ്രിയങ്ക ഗാന്ധിയും സച്ചിൻ പൈലറ്റ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്കൊപ്പമായിരുന്നു അന്ന് രാഹുൽ ഗാന്ധി ഇതേപോലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി എത്തിയത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന് അറിഞ്ഞത് മുതൽ തന്നെ 2019 UDF പ്രവർത്തകർ വലിയ ആവേശത്തിലായിരുന്നു. അന്ന് കോൺഗ്രസിനൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെയും പതാകകളെല്ലാം ഈ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഉത്തരേന്ത്യയിൽ അത് BJP വലിയ പ്രചാരണായുധമാക്കി. രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ പാകിസ്ഥാൻ പതാക ഉയർത്തി അല്ലെങ്കിൽ പാകിസ്ഥാന് വേണ്ടി മുദ്രാവാക്യം വിളിച്ച് പാകിസ്ഥാൻ പതാക കയ്യിലേന്തിയ ആളുകൾ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഉത്തരേന്ത്യയിൽ BJP അത് വലിയ ചർച്ചയാക്കുകയും കോൺഗ്രസിനെതിരായ അത്തരത്തിൽ ഒരു വികാരത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുകയും ചെയ്തിരുന്നു. ഇത്തവണ നമുക്ക് റോഡ് ഷോയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, കോൺഗ്രസിൻ്റെയോ മുസ്ലിം ലീഗിൻ്റെയോ ഒന്നും പതാകയില്ല. പകരം രാഹുൽ ഗാന്ധിയുടെ ചിത്രങ്ങൾ കയ്യിലേന്തുന്നു. രാഹുൽ ഗാന്ധിയുടെ ചിത്രങ്ങൾ അടങ്ങിയ പ്ലക്കാർഡുകൾ കയ്യിലേന്തുന്നു. അതോടൊപ്പം ത്രിവർണ്ണ ബലൂണുകൾ കയ്യിലേന്തിയാണ് പ്രവർത്തകന്മാർ എത്തിയത്. BJPയുടെ വർഗീയ രാഷ്ട്രീയത്തിന് ഒരു പഴുതുപോലും ഇത്തവണ വയനാട്ടിൽ കൊടുക്കില്ലെന്ന പ്രഖ്യാപനം നമുക്ക് ഇതിലൂടെ വായിച്ചെടുക്കാൻ സാധിക്കും. വളരെ വലിയ മുന്നൊരുക്കത്തോടു കൂടി തന്നെയാണ് ഇത്തവണ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാനപ്പെട്ട ഒരുക്കങ്ങളടക്കം DCC നേതൃത്വം പൂർത്തിയാക്കിയത്. കാരണം കഴിഞ്ഞ തവണ ഇത്തരത്തിൽ വലിയ ലിബീഷ് പറഞ്ഞതുപോലെ ഉത്തരേന്ത്യയിലാകെ പാകിസ്ഥാൻ പതാക രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിൽ ഉയർത്തി പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചവരാണ് രാഹുൽ ഗാന്ധിക്കൊപ്പം റാലിയിൽ പങ്കെടുത്തതെന്ന് BJP വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. BJPയുടെ മുതിർന്ന പല നേതാക്കന്മാർ ട്വിറ്റർ ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലും ഇത് പങ്കുവെക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അത്തരത്തിൽ BJPക്ക് ഒരു പ്രചരണായുധമാക്കാൻ ഒരു മരുന്ന് നൽകണ്ട എന്നൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തവണ കോൺഗ്രസിൻ്റെയോ കോൺഗ്രസിൻ്റെയോ മുസ്ലിം ലീഗിൻ്റെയോ മറ്റ് ഘടകകക്ഷികളുടെ ഒന്നും പതാക നമുക്ക് ഈ റോഡ് ഷോയിൽ കാണാൻ കഴിയില്ല. രാഹുൽ ഗാന്ധിയുടെ ചിത്രങ്ങളടങ്ങിയ പ്ലക്കാർഡുകളും ത്രിവർണ്ണ ബലൂണുകളും മാത്രമാണ് പ്രവർത്തകന്മാരുടെ കയ്യിലുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ KPCC അധ്യക്ഷൻ്റെ ചുമതല വഹിക്കുന്ന MMSN, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കന്മാർ രാഹുൽ ഗാന്ധിയെ അനുഗമിക്കുന്നു. അതോടൊപ്പം തന്നെ റോഡ് ഷോയിലെ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ആയിരങ്ങളാണ് രാഹുൽ ഗാന്ധിയെ അനുഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ ആവേശത്തിലാണ് UDF പ്രവർത്തകരുള്ളത്. പ്രത്യേകിച്ച് ആനി രാജ മത്സരിക്കുന്ന ഒരു മണ്ഡലം ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന മത്സരമാണ് ഇത്തവണ വയനാട്ടിൽ നടക്കുന്നത്. കഴിഞ്ഞ തവണ CPIക്ക് വേണ്ടി ജനവിധി തേടിയ PP സുനീറിനെ 4,31,000 വോട്ടുകൾക്കാണ് രാഹുൽ ഗാന്ധി പരാജയപ്പെടുത്തിയതെങ്കിൽ ഇത്തവണ PP സുനീറിന് പകരം ആനി രാജ, ദേശീയ നേതാവ്, CPIയുടെ ദേശീയ മുഖങ്ങളിലൊന്നായ ആനി രാജ നേരിട്ട് മത്സരരംഗത്തേക്ക് എത്തുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ മത്സരരംഗത്തേക്ക് എത്തുന്നു. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയും ആനി രാജയും തമ്മിലുള്ള ഒരു നേർക്കുനേർ പോരാട്ടം. മറ്റൊന്നെടുത്തു പറയേണ്ടത് ഇന്ത്യ മുന്നണിയിലെ 2 കക്ഷികളുടെ നേതാക്കന്മാരാണ് വയനാട്ടിൽ മത്സരിക്കുന്നതെന്ന് കൂടി നമുക്ക് എടുത്തു പറയേണ്ടതായിരിക്കുന്നു. അതായത് CPIയും കോൺഗ്രസും ഇന്ത്യ മുന്നണിയിൽ ഒരുമിച്ചാണ്. കേരളത്തിന് പുറത്തുള്ള പല സംസ്ഥാനങ്ങളിലും ഇവർ ഒരുമിച്ചാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയിലെ 2
പാർട്ടികൾ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു മണ്ഡലം കൂടിയാണ് വയനാട്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസിൻ്റെ ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ മുഖം വയനാട്ടിൽ ഇത്തവണ മത്സരിക്കുമ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ, കഴിഞ്ഞ തവണ 82.71% പോളിംഗ്. വയനാട് ലോക്സഭാ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ആദ്യമായാണ് ഇത്തരത്തിലൊരു പോളിംഗ് രേഖപ്പെടുത്തിയത്. ഇത്തവണ അതിൽ കൂടുതൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തും. രാഹുൽ ഗാന്ധി 5 വർഷക്കാലം വയനാട്ടിൻ്റെ മുഖം മാറ്റിമറിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയെന്നാണ് കോൺഗ്രസ് നേതൃത്വം അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വോട്ടർമാർ കൂട്ടത്തോടെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയും കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ഇത്തവണ വിജയിക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് നേതൃത്വം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു അട്ടിമറി സൃഷ്ടിക്കാൻ ആനി രാജയ്ക്ക് കഴിയും. ഇത്തവണ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തും എന്നാണ് CPIയുടെയും ഇടതുമുന്നണിയുടെയും അവകാശവാദം. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തയായ ഒരു സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കിയത്. ദേശീയ രാഷ്ട്രീയത്തിൽ കൃത്യമായി ശ്രദ്ധ ചെലുത്തുന്ന, ദേശീയ രാഷ്ട്രീയത്തിൽ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച് പോരാട്ടം നടത്തുന്ന ആനി രാജയെ ഇത്തവണ വയനാട്ടിൽ ഇറക്കിയത് രാഹുൽ ഗാന്ധിയെ തളയ്ക്കാനാണ്. രാഹുൽ ഗാന്ധിയെ തളയ്ക്കാൻ ഇടതുമുന്നണിക്ക് കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ഇടതുമുന്നണി ക്യാമ്പ് പങ്കുവെക്കുന്നത്. നാളെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ വയനാട്ടിലെ NDA സ്ഥാനാർത്ഥി K. സുരേന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി എത്തുന്നത്. 2019 അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയ സ്മൃതി ഇറാനി നാളെ രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ പ്രചരണത്തിനെത്തുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. പക്ഷേ വയനാട്ടിൻ്റെ രാഷ്ട്രീയ ഭൂപടം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, മാനന്തവാടി, കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, തിരുവമ്പാടി, വണ്ടൂർ, നിലമ്പൂർ, ഏറനാട് എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് വയനാട് ലോക്സഭാ മണ്ഡലം. ഇതിൽ ഇടതുമുന്നണിക്ക് തിരുവമ്പാടിയിലും മാനന്തവാടിയിലും മാത്രമാണ് MLA-മാരുള്ളത്. ബാക്കി 5 ഇടങ്ങളിലും UDFിൻ്റെ MLA-മാരാണ്. വയനാട് ലോക്സഭാ മണ്ഡലം ഉറച്ച കോൺഗ്രസിൻ്റെ ഒരു കോട്ടയാണ്. ആ കോട്ടയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു പോരാട്ടത്തിനുള്ള ഒരു കരുത്ത്, അല്ലെങ്കിൽ അത്തരത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു മത്സരത്തിനുള്ള കരുത്ത് NDA മുന്നണിക്കില്ല എന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ അവിടെ മത്സരം ആനി രാജയും രാഹുൽ ഗാന്ധിയും തമ്മിലാണ്. പക്ഷേ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം നമ്മൾ എടുത്തു പരിശോധിക്കണം. PP സുനീർ CPIയുടെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ CPIയുടെ മുതിർന്ന നേതാവാണ്. മലപ്പുറം ജില്ലാ CPI സെക്രട്ടറി ആയിരുന്നു PP സുനീർ. ആ PP സുനീറിനെ 4,31,000 വോട്ടുകൾക്കാണ് അന്ന് രാഹുൽ ഗാന്ധി പരാജയപ്പെടുത്തിയതെങ്കിൽ ഇത്തവണ ആനി രാജയും രാഹുൽ ഗാന്ധിയും നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന 2 ദേശീയ നേതാക്കന്മാർ, ഇന്ത്യ മുന്നണിയിലെ 2 കക്ഷികളുടെ പ്രധാന നേതാക്കന്മാർ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ അതിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം വർദ്ധിക്കുമോ, അല്ലെങ്കിൽ ആനി രാജയ്ക്ക് ഇത്തവണ വയനാട്ടിൽ ഒരു അട്ടിമറി നടത്താൻ കഴിയുമോ? എന്തായാലും വോട്ടർമാർ അതിനാണ് ഉറ്റുനോക്കുന്നത്. പക്ഷേ കോൺഗ്രസ് നേതൃത്വം അവകാശപ്പെടുന്നത് 5 വർഷക്കാലം വയനാടിൻ്റെ വികസന രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു. കൂടാതെ നരേന്ദ്രമോദിക്കെതിരെ അല്ലെങ്കിൽ BJP രാഷ്ട്രീയത്തിനെതിരെ പ്രതികരിക്കാൻ കഴിയുന്ന ഒരു നേതാവ്, അല്ലെങ്കിൽ അതിൽ പ്രതിരോധം തീർക്കുന്ന ജോഡോ യാത്ര നടത്തി രാജ്യത്താകമാനം നരേന്ദ്രമോദിക്കെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന, കേന്ദ്ര സർക്കാരിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേതാവ് വയനാട്ടിൽ മത്സരിക്കുമ്പോൾ ചരിത്ര ഭൂരിപക്ഷം നൽകുമെന്ന ആത്മവിശ്വാസമാണ് കോൺഗ്രസ് നേതൃത്വം പങ്കുവെക്കുന്നത്. പക്ഷേ വയനാട്ടിൽ ഇത്തവണ അട്ടിമറി തീർക്കാൻ ആനി രാജയ്ക്ക് കഴിയും. രാഹുൽ ഗാന്ധിയും ആനി രാജയും നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ ആനി രാജയ്ക്ക് വിജയിക്കാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസം ഇടതുമുന്നണി ക്യാമ്പും പങ്കുവെക്കുന്നു. ലിബീഷ്. വയനാട്ടിൽ ആവേശകരമായ റോഡ് ഷോയുമായി രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കൽപ്പറ്റ കളക്ടറേറ്റിലേക്ക് നീങ്ങുകയാണ്. വലിയ രീതിയിലുള്ള ഒരു മുന്നൊരുക്കമാണ് ഈ